സർപ്രൈസ്, നമ്മൾ ടീച്ചർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി പോയിരിക്കുകയാണ് ടീച്ചർ. ഇനി എന്നാണ് ഇതുവഴി എന്നാവാ നാൽപ്പതെന്ന് പറയാനല്ല എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും എണ്ണം പറയുമ്പോ 113. എനിക്ക് ഓട്ടോഗ്രാഫ് വന്നിട്ടില്ല കേട്ടോ. ഓ പിന്നെ ഫുഡ് നമുക്ക് ബിരിയാണിയാണ് ഗൈസ്. ബിരിയാണിയാണ് ഫുഡ്. അപ്പം തിങ്കളാഴ്ച രാവിലെ മോഡൽ എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. ക്രിസ്റ്റീനയുടെ മാർക്ക് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഞാനിവിടെ സാരി കിടന്നിക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്റ് ഓഫ് ആണ് ഇന്ന് 10ാം ക്ലാസ്സിന്റെ. അപ്പോ സെന്റ് ഓഫ് ആയിട്ട് ഞാൻ സാരിയാണ് ഗൈസ്. ഇനിയുണ്ട്, നല്ല രസമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇതോ ഇത് രസം ഉണ്ടാവുമോ? എനിക്ക് കണ്ണു ഇതൊക്കെ ഞാൻ എന്റെ ബാഗിൽ വെക്കാം. അപ്പൊ ഗൈസ് ഞാൻ പോവാണ്. അപ്പൊ ഇനി അവിടുത്തെ കാര്യങ്ങൾ ഞാൻ കാണും. അങ്ങനെ ഗൈസ്, ഞാൻ അവിടെ എത്തിയപ്പോ ഇവരെല്ലാരും കൂടെ ഒരു ക്ലാസ് റൂമിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി ഒരു ഡാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാരും സുന്ദരികളായിട്ടാണ് വന്നിരിക്കുന്നത്. കേൾക്കാം കേട്ടോ. അന്നമ്മ സുന്ദരി. രസമുണ്ട് പക്ഷെ അതിന്റെ ഡ്രസ്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിച്ച ഡാൻസ് ആയ കാരണം അതിൻ്റെതായ അപാകതകളുണ്ട് ഗൈസ്. അപ്പം അത് ഞാൻ ഇടാം, ഇതിനകത്ത് ഇടാം ആ ഡാൻസ്. പിന്നെ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്തായാലും ഇടും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പ്രാക്ടീസ് ഒക്കെ നിർത്തിയപ്പോഴേക്കും അവിടെ പരിപാടി തുടങ്ങാതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് പരിപാടികളൊക്കെ തുടങ്ങി. ഇതാണ് നമ്മുടെ ആദിമിത്ര. പിന്നെ നമ്മുടെ അപ്പുറത്ത് ശ്രീകുട്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവളുടെ ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് ഉണ്ട് ഗൈസ് നമ്മുടെ ആദിമിത്രയുടെ. പിന്നെ ഗൈസ് ഇവള് പറയുന്നതൊക്കെ ഇതിനകത്ത് മ്യൂട്ടായി പോയി ഗൈസ്. എന്താ പറ്റിയെന്ന് അറിയില്ല. ചെറിയൊരു കംപ്ലൈന്റ് വന്നതാണ്. ഇവള് നന്നായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഞങ്ങളുടെ HM വന്നു. ഇതാണ് ഞങ്ങളുടെ HM. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സരിത ടീച്ചർ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, ഞങ്ങളെ കുറിച്ച് 2 വാക്ക് പറയായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സരിത ടീച്ചർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ 2 വർഷവും ഞങ്ങളെ സഹിച്ചു കഴിഞ്ഞ ടീച്ചർക്ക് ഒരുപാട് നന്ദി. ഇപ്പൊ 10 40 പേര്. പക്ഷേ 40 എന്ന് പറയാനല്ല എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും എണ്ണം പറയുമ്പോ 113 എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കാരണം അത്രയും പ്രിയപ്പെട്ടവരാണ്. ചീറ്റെന്ന് പറയും എന്നോട്. നമ്മുടെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അതിലൊരാള് എന്നോട് പറഞ്ഞു ടീച്ചറെ ഞങ്ങൾ കൊല്ലം പോകുമ്പോ ടീച്ചറെ കൊണ്ടുവന്ന് പോവല്ലേ ട്രാൻസ്ഫർ വെച്ചിട്ട് ചോദിച്ചു. ഞാൻ അവന്റെ സ്നേഹം തോന്നുന്ന വാക്കുകൾ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വിഷമങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു. അത്രയും വിഷമപ്പെട്ട് ഞാൻ ചോദിച്ചു എന്താണ് ചോദിച്ചു. ശല്യം ഞങ്ങൾ ഇപ്പൊ ബുദ്ധിമുട്ടിച്ചത് മതി, ഇനി അടുത്ത കുട്ടികൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഇക്കൊല്ലം കൊണ്ട് ഇവിടെ മക്കളോ ഇത് പറഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും? അങ്ങനെ അടുത്ത ടീച്ചേഴ്സൊക്കെ വന്നിട്ട് അവരുടെ ഈ ഒരു കൊല്ലത്തെ അനുഭവങ്ങളൊക്കെ പറയായിരുന്നു. അപ്പൊ ഞങ്ങളെ സഹിച്ച എല്ലാ ടീച്ചർമാർക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ കുറച്ച് മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു പ്രൊജക്ടറിലൂടെ. അത് നമ്മുടെ അന്നമ്മയാണ് എഡിറ്റ് ചെയ്തത്. ഇതൊക്കെ ഗൈസ് ഒരു നല്ല മെമ്മറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫോട്ടോസൊക്കെ കാണിച്ചപ്പോ നമ്മൾ ആ ഒരു സമയത്തേക്ക് ഇങ്ങനെ പോവും.
നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഇവൾക്ക് വിശന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ ഡാൻസ് കഴിഞ്ഞു. ഇവൾക്ക് വിശക്കുന്നുണ്ട്. ഇനി പണിയെടുക്കുന്ന കണ്ടോ ഗൈസ്. ഫുഡ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. ഫുഡ് അടിക്കാൻ പോവുകയാണ്. ഫുഡ് നമുക്ക് ബിരിയാണിയാണ് ഗൈസ്. ബിരിയാണിയാണ് ഫുഡ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ച ഫുഡ് ബിരിയാണിയാണ്. അപ്പം നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം. ആദിലക്ഷ്മിനും ആദിപുത്രനും കാണാനില്ല. കാണാനില്ല. അത് എന്തെനിക്കറിയാം. അവരൊരു സർപ്രൈസ്, നമ്മൾ ടീച്ചർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി പോയിരിക്കാണ് ഗൈസ്. ബിരിയാണിയാണ് ഞാൻ പറഞ്ഞത്. ഐസ്ക്രീം വെറൈറ്റി ഐസ്ക്രീം കാണിച്ചു കൊടുക്കട്ടെ. അവിടെ ഓരോ ക്ലാസ് റൂമിലായിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ആൾക്കാര്. നല്ല നല്ല നന്നായിട്ട് ഉരുട്ടി കഴിക്കും. നമുക്ക് ഫുഡ് കഴിക്കാം. ഇങ്ങനെയാണ് കഴിക്കുക. ഓ വാവ്. ഉരുട്ടി വെക്കൂ, വയൽ വെക്കൂ. കണ്ടോ, ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുക. നമ്മുടെ ഋഷി കുത്തികൾ ഋഷിയാണത്. കുത്തികൾ ഋഷി ഹായ് കാണിക്കൂ. ഞാൻ പറയാം, അന്ന് പൂരത്തിന് വേറെ സാധനം സോറി. ഇവര് അവസാനം വന്ന് കഴിക്കാറുണ്ടാണ്. ടീച്ചർക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട് കണ്ടു. അങ്ങനെ നമ്മൾ പതിവായി നാം പാടണ പാട്ടിൽ തലയാട്ടിയ വാഗമരങ്ങൾ ഇനി എന്നാണിതുവഴി എന്നാവാ. ഇതാണ് എന്റെ ടീച്ചർ ഗൈസ്. സരിത ടീച്ചർ. ഇതാണ് സരിത ടീച്ചർ. ഷബീന ടീച്ചർ. ഞങ്ങൾക്ക് 3 ടീച്ചർമാരാണ്. 3 ക്ലാസ്സിന് ABCDക്ക്. അപ്പൊ ടീച്ചർ B ക്ലാസ്സിലാണ്. പക്ഷെ ഞങ്ങളുടെ ടീച്ചറാണ്. ഞങ്ങളുടെ അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ 3ാമത്തെ ടീച്ചർ. C ക്ലാസ്സിന്റെ ടീച്ചറാണ്. പക്ഷെ ഞങ്ങളുടെ സ്വന്തം ടീച്ചർ പോലെയാണ്. അർജുൻ ചേട്ടന് വയ്യ ഗൈസ്. തിങ്കളാഴ്ച രാവിലെ മോഡൽ എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. ക്രിസ്റ്റീനയുടെ മാർക്ക് മതിയാ. അപ്പോ നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോവാം.
അങ്ങനെ ഞങ്ങളുടെ ഫെയർവെൽ ഡേ കഴിഞ്ഞു ഗൈസ്. ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോവാം. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങൾ എക്സാമും പഠനവും എല്ലാം മറന്ന് ആഘോഷിച്ചു. നാളെ തൊട്ട് നമ്മൾ നല്ല കട്ടയ്ക്ക് പഠിക്കാൻ പോവാണ്. കാരണം പബ്ലിക് എക്സാം ഇപ്പൊ എത്തും. അപ്പൊ ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിന്റെയും അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.